എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, അതുപോലെ തന്നെ നമ്മുടെ കേസ് കാർഡ് ബാങ്കിലേക്ക് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷന് തൊട്ട് പുറകെ തന്നെ എൻ്റെ കൺഫർമേഷൻ വന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഈ കൺഫർമേഷന് ശേഷം നമുക്ക് കൃത്യമായിട്ടൊരു എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസം അവസാനം ഫെബ്രുവരി 28-നാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുങ്ങാൻ നമുക്കൊരു 3 മാസത്തോളം സമയമുണ്ട്. എങ്കിൽ പോലും നമ്മളിപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് പേര് പഠിക്കുന്ന ആളുകളുണ്ടാവും. ഈ ഒരു CSEB പരീക്ഷകൾക്കും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾ പരീക്ഷകൾക്കും ഒക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ പഠനം തുടരട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ JCI അതുപോലെ തന്നെ കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇനി പഠനത്തിന് ഒരുങ്ങാൻ സമയമുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. കൃത്യമായിട്ട് എല്ലാ ദിവസവും പരീക്ഷകൾ എഴുതി കൃത്യമായിട്ട് അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ളൊരു സ്ട്രാറ്റജി, ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം JCI കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാൻ പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഓരോ മൊഡ്യൂൾസ് കവർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ. നമുക്ക് Day 1, Day 2, Day 3 അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്നത്. ആ പഠിക്കുന്നതിൻ്റെ ആ ഒരു ടോപ്പിക്കിൻ്റെ എക്സാം നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ മെഷർ ചെയ്യാൻ, നമ്മളെ തന്നെ അളക്കാൻ കഴിയുന്ന രീതിയിൽ അന്ന് രാത്രി തന്നെ എൻ്റെ എക്സാം ഉണ്ടാവും. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാനൊരു ടോപ്പിക്ക് തന്നു, കോപ്പറേഷനിലെ ഒരു ടോപ്പിക്ക്. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻസ്, ഫ്യൂച്ചേഴ്സ്, കോപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സാം അന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ ആപ്പിലുണ്ടാവും. കൃത്യമായിട്ട് ആപ്പിൽ നിന്ന് എക്സാം ചെയ്യണം. കൃത്യമായിട്ട് അത് എക്സാം ചെയ്ത ശേഷം കോഴ്സ് മെൻറ്ററുള്ള ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് ഓരോ ദിവസവും നമ്മൾ പരീക്ഷ എഴുതി ആ വീക്കെൻഡിൽ അതിൻ്റെ റിവിഷൻ പരീക്ഷ എഴുതി അതിനുശേഷം അതിൻ്റെ ഡൗട്ടും ക്ലിയർ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മൾ എങ്ങനെ പഠിക്കും എന്നുള്ള സംശയമുള്ളവർക്ക് നോക്കിയേ. നമ്മൾ Day 1 നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാ? കോപ്പറേഷൻ, കൺസെപ്റ്റ്, ഡെഫിനിഷൻ, ഫ്യൂച്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ. അത് നമ്മൾ മൊഡ്യൂൾ 1 എന്നുള്ളതാണ് കേട്ടോ. മൊഡ്യൂൾ 1 കോപ്പറേഷനിലെ മൊഡ്യൂൾ 1. നമുക്കറിയാം 3 പാർട്ടായിട്ടാണ് നമ്മുടെ സിലബസിനെ തിരിച്ചിരിക്കുന്നത്: കോപ്പറേഷനും ബാങ്കിങ്ങും IT. അതിൽ കോപ്പറേഷനിൽ നിന്നുള്ള മൊഡ്യൂൾ 1 നിന്നാണ് കേട്ടോ. കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞ ആ ഒരു മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ ടോപ്പിക് ആദ്യം എടുക്കുന്നത് തന്നെ. Day 1 കോപ്പറേഷൻ, അതിൻ്റെ കോപ്പറേഷൻ്റെ കൺസെപ്റ്റ്, ഡെഫിനിഷൻ, ഫ്യൂച്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ. അതുപോലെ ബാങ്കിങ്ങിൻ്റെ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഇൻട്രഡക്ഷൻ എന്നിവയാണ് നമ്മൾ ആദ്യത്തെ ദിവസം Day 1 പഠിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അന്ന് തന്നെ രാത്രി പരീക്ഷ ഉണ്ടാവും. അതാണ് Day 1. Day 2 നോക്കിയേ. കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് ക്ലാസ് 1 and 2 നമ്മൾ പഠിക്കും. 1 and 2 പഠിച്ചതിന് ശേഷം അതിൻ്റെ മെറ്റീരിയൽസ്, പ്രിന്റബിൾ മെറ്റീരിയൽസ് ആണ്, അത് റെഫർ ചെയ്യും. അതുപോലെ Day 3 നോക്കിയേ. നമുക്ക് IT വരുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് പാർട്ട് 3 IT ആണ്. നമുക്കറിയാം IT ആൻഡ് സൈബർ ലോയിലെ ഹാർഡ്വെയർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് നമ്മൾ Day 3 പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കിങ്ങിലെ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഫങ്ഷൻസും നമ്മൾ പഠിക്കുന്നു, പാർട്ട് 1 പഠിക്കുന്നു. Day 4 നോക്കിയേ. Day 4 നമ്മൾ എന്താ പഠിക്കുന്നത് നോക്കിയേ. Day 4 കോപ്പറേഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആൻഡ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? Day 4 പഠിക്കാൻ പോകുന്നത്. അതൊക്കെ ആവുമ്പോഴത്തേക്ക് ആ കോപ്പറേറ്റീവ് കോമൺവെൽത്തും ബിസിനസ് ഡിഫറെന്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് ആ ഒരു കോപ്പറേഷനിലെ ആദ്യത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. നമുക്ക് അതിന് ശേഷം ബാങ്കിങ്ങിലെ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഫംഗ്ഷൻ പാർട്ട് 2 പഠിക്കുന്നു. ശേഷം 5-ാമത്തെ ദിവസം നമുക്ക് എന്തുണ്ടാവും? റിവിഷൻ ഉണ്ടാവും. 5-ാമത്തെ ദിവസം നമുക്ക് എന്താ ഉണ്ടാവും? റിവിഷൻ എക്സാം ഉണ്ടാവും. ഇതിന്റെ മുഴുവൻ റിവിഷൻ എക്സാം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഡെയിലി പരീക്ഷ ഉണ്ട്. അതിന് പുറമെയാണ് എന്തുണ്ടാവുന്നത്? റിവിഷൻ എക്സാം ഉണ്ടാവുന്നത്. അതിനുശേഷം ഈ റിവിഷന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്ലാസ്സിന്റെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗട്ട് ക്ലിയറൻസ് ഡിസ്കഷൻ ലൈവ് ഉണ്ടാവും. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ആവും. ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ ദിവസവും പഠിച്ച് അതിൻ്റെ പരീക്ഷകൾ എഴുതി, റിവിഷൻ എക്സാം എഴുതി, അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് അറ്റൻഡ് ചെയ്ത് മാക്സിമം ഓരോ മൊഡ്യൂളിൽ നിന്നും MCQ, PYQ ഡിസ്കഷൻസ് ഒക്കെ നടത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഡിസ്കഷൻസ് എല്ലാം ലൈവ് വർക്കൗട്ട് ആയിരിക്കും ഡിസ്കഷൻസ് എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു പോകാനും പറ്റും. അതോടൊപ്പം തന്നെ ഏറ്റവും ചെറിയ ഫീസാണ് ഈ കോഴ്സിന് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. 2499 രൂപയാണ് കോഴ്സിൻ്റെ ഫീ ആയിട്ട് വരുന്നത്. അതിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ഉണ്ടാവും, പ്രിന്റബിൾ മെറ്റീരിയൽ ഉണ്ടാവും, ഡെയിലി എക്സാംസ് ഉണ്ടാവും, വീക്ക്ലി റിവിഷൻ എക്സാംസ് ഉണ്ടാവും, ലൈവ് MCQ PYQ ലൈവ് ഉണ്ടാവും,
ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂളിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ലൈവും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാസ്റ്റർ കെ അക്കാദമിയുടെ JCI കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ തന്നെ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ മാസ്റ്റർ കീ ദ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തും ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഒരു എഫക്റ്റീവായിട്ടുള്ള പരിശീലനം ഉദ്ദേശിക്കുന്നവർ, ഏറ്റവും ചെറിയ ഫീസ് മുടക്കി നല്ല ഉന്നതമായ രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകൾക്ക് മാസ്റ്റർ കീ അക്കാഡമിയോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ.